പോലീസിൻ്റെ ബോധപൂർവമായ നീക്കമാണത്. അതായത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിതിനെ ജാതീയമായി ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും നിറത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും അധിക്ഷേപിക്കുകയും ചെയ്ത യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ദന്തൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള തുക സമയാസമയങ്ങളിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരന് ലോൺ ആപ്പിൽ ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഫലത്തിൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയും പോലീസിൻ്റെ ഗൂഢാലോചനയുമാണ് ഈ ലോൺ ആപ്പ് കഥയിൽ. 15,000 രൂപ അവരുടെ വീട്ടുകാരടയ്ക്കാൻ തയ്യാറായെന്ന് പറഞ്ഞല്ലോ, ഇവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ 15,000 രൂപയുടെ ലോണിൻ്റെ കാര്യം ഇത്ര വലിയ കാര്യമായി പറയുമ്പോൾ ആ വീട്ടുകാരെ തിരിച്ചടയ്ക്കാൻ തയ്യാറാണ്. ഇവർ ജീവൻ തിരിച്ചു കൊടുക്കുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ പോലീസ് വളരെ ആസൂത്രിതമായി മെനഞ്ഞൊരു കഥയാണ്. പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി ഇക്കാര്യം കോളേജിൽ ഗൂഢാലോചനാപരമായ കാര്യങ്ങൾ നീക്കി അതിൻ്റെ തെളിവുകൾ ഹാജരാക്കി, സെലക്റ്റഡായ തെളിവുകൾ ഹാജരാക്കിയാണ് സംഗീത നമ്പ്യാരുടെ ജാമ്യം നേടിയെടുത്തത് എന്ന കോടതി വിധി വായിക്കുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഈ തട്ടിപ്പൊന്നും കേരളത്തിലെ ദളിതാദിവാസി സമുദായത്തിന് മുന്നിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നൊരു ഹർത്താലാണെന്ന് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ 14 ജില്ലകളിലും അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദളിത് സമൂഹങ്ങളെല്ലാം അടിസ്ഥാന ജനവിഭാഗങ്ങളും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും തന്നെ, കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റുകൾ മാത്രമല്ല, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ നിതിൻ രാജിനെ കൃത്യമായ രീതിയിൽ നീതി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അപ്പോൾ ഇത് കേവലം ക്യാമ്പസിനകത്ത് നടന്ന ഒരു സ്വാഭാവിക മരണമല്ല, മറിച്ച് ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരുന്ന, കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ അക്കാഡമിക് രംഗത്ത് നടന്ന ജാതി വെറിയുടെ ഭാഗമായി ഉണ്ടായ ക്രൂര കൊലപാതകമാണ്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രോഹിത് ഉമ്മുലിയിൽ നിന്ന് ഇവിടെ നമ്മുടെ രജനി ആനന്ദ്, ജിഷ്ണു പ്രണോയ്, സിദ്ധാർത്ഥ്, പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇവരെയായി നമ്മൾ കണ്ടിരിക്കുന്ന നിതിൻ രാജ് അടക്കമുള്ളവരുടെ ഈ പരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടില്ല. അത് ജാതിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ജാതി ക്രൂരത കൊണ്ടാണിത് സംഭവിക്കുന്നത്. മാത്രമല്ല, സ്വാശ്രയ കോളേജിൽ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങാവുന്ന ഒരു അഡ്മിഷൻ, അവർക്ക് പറയുന്ന പൈസ കിട്ടും. അവിടേക്ക് മെറിറ്റോടെ റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ഇതുപോലെ കൊന്നു പുറന്തള്ളുകയാണ്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം, അജിറ്റേഷൻ നടത്തിക്കൊണ്ട് തന്നെ നീതി ഉറപ്പാക്കുക എന്നതിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പ്രധാനപ്പെട്ട പ്രതികൾ ഡോക്ടർ റാമിനെ ഉൾപ്പെടെ അറസ്റ്റ് വൈകുന്നത് എത്രത്തോളം ആശങ്കയോടെയാണ് കാണുന്നത്? അത് വളരെ ആശങ്കയോടെ കാണുന്നത്. കാരണം നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആണ്. അവർക്ക് ബണ്ടിച്ചോറിനെ അറസ്റ്റ് ചെയ്യാനറിയാം. കാരണം ലോകം മുഴുവൻ നടന്ന് കൊടും ക്രിമിനലാണ്. കേരളത്തിൽ വന്നവരെ അവർ അറസ്റ്റ് ചെയ്തു. എന്നാൽ അവർ സുകുമാരക്കുറുപ്പിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മോഹൻലാലിൻ്റെ ഈ ആനക്കൊമ്പ് കേസ് വന്നപ്പോൾ മോഹൻലാലിനെ രക്ഷിച്ചു. മോഹൻലാലിൻ്റെ പേരിലൊരു അലിഗേഷൻ ചെകുത്താൻ എന്ന വ്ളോഗർ പറഞ്ഞ ചെകുത്താനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതും ജാതിവംശീയതയാണ്. അപ്പോൾ കേരള പോലീസ് ലോൺ ആപ്പ് എന്ന വിഷയം വന്നുകൊണ്ട് നോയിഡയിലുള്ള 2 കസ്റ്റമർ കെയറിൽ, നോയിഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ലോൺ ആപ്പിലെ 2 കസ്റ്റമർ കെയർ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വിഷയം മൂടി വെക്കുകയാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമല്ല. ഡോക്ടർ റാം കൺമുമ്പിൽ തന്നെയുണ്ട്. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാൻ അവർ ഭയക്കുന്നു. 300 ഏക്കർ അനധികൃത ഭൂമിക്കകത്താണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത്. അതെങ്ങനെയാണ് അവർ വാങ്ങിക്കുന്നത്? അപ്പോൾ കൃത്യമായ രീതിയിൽ കാണേണ്ടവരെ കണ്ടു തന്നെയാണ് അവർ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ കൃത്യമായ ഉറപ്പൊന്നും കിട്ടില്ല. കാര്യം ആരാണോ ഭരിക്കാൻ വരുന്നത്, ആരാണോ നിലവിൽ ഭരിക്കുന്നത്, അവരൊക്കെ തന്നെ സ്വാശ്രയ കോളേജുകളെ സംരക്ഷിക്കും. ആ സ്വാശ്രയ കോളേജിനകത്തുള്ള പ്രതികളുടെ തെറ്റുകളും അവർക്ക് കണ്ണടക്കേണ്ടി വരും. അത് അവരെ നിലനിൽപ്പാണ്. ഇലക്ഷൻ ഫണ്ട് വാങ്ങിക്കുന്നുണ്ട്. ഇവരുടെ ജനാധിപത്യ സംരക്ഷണം എന്നും പറഞ്ഞൊക്കെ നടക്കുന്ന സകല ഇതിനും ഫണ്ട് ഇറക്കുന്നത് ഇവരാണ്. അവരുടെ ഇടയിൽ അവർ നിതിൻ എന്നൊരു പട്ടികജാതി വിഭാഗത്തിലുള്ള ഒരു വ്യക്തി അവർക്ക് ആരും തന്നെയല്ല. പക്ഷെ അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. അത് കേരളം ഇതിനു വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സമുദായത്തിൽ നിന്നും കോളേജിൽ പഠിക്കുവാൻ വരുന്ന വിദ്യാർത്ഥിക്ക് പഠിക്കുവാനുള്ള ഉറപ്പ് കൊടുക്കണം. ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേഷനലി ഏറ്റവും ഫോർവേഡായ സ്റ്റേറ്റാണ്, ഹെൽത്ത് രംഗത്ത് ഏറ്റവും ഫോർവേഡായ സ്റ്റേറ്റാണ്. അതിനകത്താണ് ഇത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ജാതിയുടെ പേരിൽ ഇവരത് മറച്ചു പിടിക്കുന്നത് നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല.